പ്രണയമണി തൂവൽ ഭാഗം 21. വണ്ടി നാട്ടിലെത്തിയതും വാസന്തി രവിയെ നോക്കി. രവി, നീ ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ ഇറക്കിയാൽ മതി. അതെന്തിനെടുത്തി? നമുക്ക് തറവാട്ടിലേക്ക് പോകാം. വേണ്ട, അച്ഛൻ ഇതൊക്കെ അറിഞ്ഞ് സഹിക്കില്ല. ഇവളോട് അത്രയ്ക്ക് സ്നേഹവും വിശ്വാസമാണ് അച്ഛന്. അത് അവളെ തകർത്തെറിഞ്ഞാൽ സഹിക്കില്ല അദ്ദേഹം. തൽക്കാലം അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ രാജേഷ്ടൻ ആ മണ്ണിലുള്ളത്. ഇപ്പം എനിക്ക് ആ സമീപം വേണ്ടത്. അതുകൊണ്ട് നീ ഞങ്ങളെ അവിടെ വിട്ടാൽ മതി. രവി ശാന്തനായി. അതാണ് നല്ലതെന്നും അയാൾക്കും തോന്നി. അയാൾ വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. അവിടെ അവരെ ഇറക്കിയ ശേഷം അയാൾ തറവാട്ടിലേക്ക് പോയി. സന്ധ്യയ്ക്ക് തുളസിത്തറയിലും അസ്ഥിത്തറയിലും വിളക്ക് വെച്ച് വാസന്തി തൊഴുതു. രാജേട്ടാ, ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ മോള് വളർന്നത്. ഒരിക്കൽ ആരും അവളോട് കാണിച്ച ക്രൂരതയുടെ പേരിൽ ഒരു തെറ്റും ചെയ്യാതെ ആളുകളുടെ പരിഹാസവും അപമാനവും എല്ലാം സഹിച്ച അവൾ വളർന്നത്. അപ്പം അവളെ കല്യാണം കഴിച്ചപ്പോൾ എല്ലാം ഒന്ന് കെട്ടടങ്ങിയെന്ന് ആശ്വസിച്ചതായിരുന്നു. പക്ഷേ ഇന്ന് അവൾ ചെയ്ത കാര്യം നാളെ അത് നാട്ടുകാരറിയും. വീണ്ടും ഒരു പരിഹാസവും അപമാനവും പേറി ഇനിയും വയ്യ. അതുകൊണ്ട് എല്ലാറ്റിനും ഒരു പരിഹാരം കാണുകയാണ് ഞാൻ. രാജേട്ടൻ എന്നോട് പൊറുക്കണം. അത് പറഞ്ഞ് വാസന്തി കണ്ണുകൾ തുടച്ച് അകത്തേക്ക് നടന്നു. ചൂടാക്കിയ പാൽ 2 ഗ്ലാസുകളിലായി പകർന്നു. പിന്നെ അലമാര തുറന്ന് വിഷക്കുപ്പി കയ്യിലെടുത്തു. ഇതാണ് എല്ലാറ്റിനുമുള്ള പരിഹാരം. അതും പറഞ്ഞ് കരച്ചിലടക്കി ആ വിഷം 2 ഗ്ലാസുകളിലേക്കുമായി ഒഴിച്ചു. 1 ഗ്ലാസ് പാലെടുത്ത് വാസന്തി ഒറ്റ വലിക്ക് കുടിച്ചു. പിന്നെ മറ്റേ ഗ്ലാസ് എടുത്ത് പ്രിയയുടെ മുറിയിലേക്ക് ചെന്നു. ജനൽ കമ്പിയിൽ പിടിച്ച് എന്തോ ആലോചിച്ച് ഇരിക്കുകയായിരുന്നു പ്രിയ. അമ്മയുടെ വിളികേട്ട് അവൾ മുഖം തിരിച്ചു നോക്കി. എന്താലോചിച്ചിരിക്കുക നീ? ഒന്നുമില്ല, ഞാൻ വെറുതെ. അവൾ കണ്ണുകൾ തുടച്ചു. കഴിഞ്ഞതൊന്നും ഇനി നീ ഓർക്കണ്ട. ഇതാ ഈ പാല് കുടിക്ക്. എല്ലാറ്റിനും ഉടനെ ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കും, പോരെ? അതും പറഞ്ഞ് പാല് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്ത് വാസന്തി കരച്ചിലടക്കി തിരിഞ്ഞു നടന്നു. പ്രിയ എന്തോ ആലോചിച്ച് അവിടെ തന്നെ നിന്നു. പിന്നെ ആ പാലിലേക്ക് നോക്കി. കുറച്ച് സമയം അങ്ങനെ നിന്ന ശേഷം ആ പാൽ അവൾ കുറച്ച് കുടിച്ചു നോക്കി. എന്തോ ഒരു ചവർപ്പ് രുചി. ഇതെന്നിങ്ങനെ? പാല് കേടായതാണോ? അവൾ ഓർത്തു. പിന്നെ ഗ്ലാസ് അവിടെ വെച്ച് കട്ടിലിൽ ചെന്നിരുന്നു. പെട്ടെന്ന് അവൾക്ക് എന്തോ അസ്വസ്ഥത പോലെ തോന്നി. ശരീരമാകെ വിയർത്ത് തളരുന്നത് പോലെ. അവൾ തൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചു. അവൾക്ക് തലയൊക്കെ ആകെ വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ഓക്കാനം വന്നതും അവൾ വാഷ് ബേസിനരികിലേക്ക് ചെന്നു. വായിലുള്ളത് തുപ്പി കിതച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കിയതും കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബം കണ്ട് അവൾ ഞെട്ടി. വായിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചോര കണ്ട് അവൾക്ക് കാര്യം പിടികിട്ടി. അവൾ ഞെട്ടലോടെ ഓർത്തു. വേഗം അമ്മയുടെ മുറിയിലേക്ക് ഓടി. കഥ കടച്ചിരിക്കുന്നു. അമ്മ കഥ തുറക്കുമേ, അമ്മ. അവൾ അലറി വിളിച്ചു. യമുന എന്തിനാ നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്? അക്കാര്യം പറയാദ്യം. ചന്ദ്രൂത്ത് തറവാട്ടിലെ ഉമ്മറത്തെ ചാരുകസരയിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് മോഹനൻ ചോദിച്ചു. രവിയുടെ അഗണിയും എന്തു പറയണേ എന്നറിയാതെ കുഴങ്ങി നിന്നു. അതച്ഛാ, പറഞ്ഞില്ലേ പ്രിയയ്ക്ക് എന്തോ സുഖമില്ലാത്തതുകൊണ്ട്. എന്തസുഖം? അങ്ങനെയാണെങ്കിൽ വയ്യാത്ത അവരെ എന്തിനാ അവിടെ തനിച്ചാക്കി നിങ്ങളിങ്ങ് പോകുന്നത്? അവരെ ഇങ്ങ് കൂട്ടാമായിരുന്നില്ലേ? അത് വാസന്തി ചേച്ചി പറഞ്ഞപ്പോൾ. അവൾ ഇന്ന് കാലത്ത് വരെ ഇവിടെയല്ലായിരുന്നു നിന്നിരുന്നത്. പിന്നെ പ്രിയ വരുമ്പോഴേക്കും എന്താ ഇവിടെ അലർജി ആയിപ്പോയോ അവൾക്ക്? രണ്ടാളും ഒന്നും മിണ്ടാതെ നിന്നു. അതൊന്നുമല്ല, വേറെ എന്തോ ഉണ്ട് കാരണം. സത്യം പറ, എന്താ ഉണ്ടായത്? മനുക്കുട്ടനും പ്രിയമോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അച്ഛാ, അത് ശരി, നിങ്ങൾ പറയണ്ട, ഞാൻ തന്നെ അവരെ വിളിച്ച് അന്വേഷിക്കാം. അതും പറഞ്ഞ് മോഹനൻ ഫോൺ എടുക്കാൻ ഒരുങ്ങിയതും ഇരുവരും ഞെട്ടി. അച്ഛാ വേണ്ട, എന്താ ഉണ്ടായതെന്ന് ഞങ്ങൾ പറയാം. രവി സംഭവിച്ചതെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് മോഹനാകെ തകർന്നു പോയി.
ഇത്രയൊക്കെ അവിടെ നടന്നോ? എനിക്ക് എൻ്റെ പ്രിയമോളെ ഒന്ന് കാണണം. നീ വണ്ടി എടുക്ക്. അത് അച്ഛ, എന്താ നിനക്ക് വയ്യേ? ഇല്ലേ വേണ്ട ഗോകുൽ. അവൻ മുന്നിലേക്ക് വന്നു. നീ ചെന്ന് വണ്ടി എടുക്ക്, നമുക്ക് അവിടം വരെ പോകണം. ശരി മുത്തച്ഛ. അതും പറഞ്ഞ് ഗോകുൽ പോയി കാറിൻ്റെ ചാവിയും എടുത്തു കൊണ്ടുവന്നു. ഇരുവരും വണ്ടിയിൽ കയറിയതും രവി ഓടിച്ചെന്നു. നിൽക്കച്ച, ഞാനും വരാം നിങ്ങളുടെ കൂടെ. അതും പറഞ്ഞ് അയാളും വണ്ടിയിൽ കയറി. വണ്ടി പോകുന്നത് നോക്കി രാഗിണിയും ഗീതവും വരാന്തയിൽ തന്നെ നിന്നു. പ്രിയ കുഴഞ്ഞ് താഴേക്ക് വീണു. അവൾ നിസ്സഹായതയോടെ കരഞ്ഞുകൊണ്ട് വാതിലിൽ തട്ടി. അവൾക്ക് കണ്ണുകൾ അടയുന്നത് പോലെ തോന്നി. അപ്പോഴാണ് പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടത്. അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ചുവരിൽ പിടിച്ച് എങ്ങനെയൊക്കെയോ അവൾ എഴുന്നേറ്റു. ചുവരിൽ പിടിച്ച് വേച്ച് അവൾ മുൻവാതിൽ ലക്ഷ്യമാക്കി നടന്നു. വണ്ടി നിർത്തി മോഹനനും രവീന്ദ്രനും ഗോകുലും ഇറങ്ങി. മൂവരും മണിയടിക്കാനൊരുങ്ങിയതും പെട്ടെന്ന് മുൻവാതിൽ തുറന്ന് പ്രിയ വരാന്തയിലേക്ക് വീണു. വായിൽ നിന്നും ചോരയൊലിച്ച് നിലത്ത് കിടന്ന് പിടിക്കുന്ന പ്രിയയെ കണ്ടതും മൂവരും ഞെട്ടി. അയ്യോ മോളെ, എന്താ മൂക്ക് പറ്റിയത്? മൂവരും അവളെ പിടിച്ചു. അവൾ അകത്തേക്ക് ചൂണ്ടി. എങ്ങനെയൊക്കെ അവൾ പറഞ്ഞു. രവി ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് അകത്തേക്ക് ഓടിച്ചെന്നു. വാസന്തിയുടെ മുറിയുടെ വാതിലിൽ തട്ടി. എടുത്തി കഥക് തുറക്ക്. അയാൾ വാതിലിൽ ആഞ്ഞു ചവിട്ടിയതും വാതിൽ മലക്കെ തുറക്കപ്പെട്ടു. അകത്തേക്ക് വന്ന അയാൾ വായിൽ നിന്ന് രക്തമൊഴുകി മരിച്ചു കിടക്കുന്ന വാസന്തി കണ്ട് വിറങ്ങലിച്ച് നിന്നുപോയി. എടുത്തി, അയാൾ അലറി വിളിച്ചു. ശബ്ദം കേട്ട് പ്രിയയെ അവിടെ കിടത്തി മോഹനും ഗോകുലും അകത്തേക്ക് ഓടിച്ചെന്നു. ആ കാഴ്ച കണ്ട് അവരും നടുങ്ങി. പ്രിയ ജീവശ്വാസത്തിനായി പിഴഞ്ഞു. മോനെ, വീക്ക് ഇവരെ ആശുപത്രിയിലെത്തിക്കാം. ശരി അച്ഛാ. ഗോകുലും രവിയും കൂടി ഇരുവരെയും വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ദീപകിൻ്റെ മുന്നിൽ മുഖം കുനിച്ച് അഭിയിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ദീപക് അവൻ്റെ കയ്യിൽ പിടിച്ചു. എടാ, നീ കരയാതെ, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അവൻ പതിയെ മുഖമുയർത്തി. എന്നാലും അമ്മായി അവളെ തല്ലിയെന്നും പിടിച്ചു വെച്ച് കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്ക പഠിച്ചത്. എനിക്ക് അവളെ കാണണം ദീപക്. അവളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ നാട്ടിലേക്ക് പോവാം. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റു. എടാ, നിൻ്റെ അമ്മായി ചിലപ്പോൾ കാണാൻ സമ്മതിച്ചില്ലെങ്കിലോ? ദീപക് ചോദിച്ചു. അവൾ എൻ്റെ ഭാര്യ, ഞാൻ താലിയിട്ട് പെണ്ണ്. അവളെ കാണാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. ഞാൻ ഇപ്പം തന്നെ പുറപ്പെടുക. അവൻ പറഞ്ഞ് നടക്കാനൊരുങ്ങിയതും ദീപക് എന്തോ ഓർത്തുന്ന പോലെ അവനെ വിളിച്ചു. നിൽക്ക്, ഏതായാലും നീ തനിച്ച് പോണ്ട, ഞാനും വരാം നിൻ്റെ കൂടെ. നീ ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്യ്. അപ്പോഴേക്കും ഞാനങ്ങ് വന്നേക്കാം, ദീപക് പറഞ്ഞു. അത് കേട്ടതും അഭിക്കെന്തോ ആശ്വാസം തോന്നി. ശരി. അതും പറഞ്ഞ് അവൻ വീട്ടിലേക്ക് ചെന്നു. മുറിയിൽ ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് അവൻ താഴേക്ക് വന്നു. അപ്പോഴേക്കും ദീപക്കും അവിടെ എത്തിയിരുന്നു. വാ പോകാം. രണ്ടാളും പുറത്തേക്ക് നടന്നു. ഒന്ന് നിന്നേ. ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. എല്ലാവരും ഹാൾ മുറിയിലേക്ക് വന്നു. ഈ ബാഗുമായി ഈ രാത്രി നിങ്ങളെങ്ങോട്ടാ? ഹരി ചോദിച്ചു. നാട്ടിലേക്ക്, പ്രിയെ കൂട്ടിക്കൊണ്ടുവരാൻ, അവൻ പറഞ്ഞു. നിനക്ക് കിട്ടിയതൊന്നും പോരെ അബി? ഇനി എന്തിനാ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്? വീണ്ടും അഭിമാനം ഏറ്റുവാങ്ങാനോ? യമുന ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ടത് അവനും ദേഷ്യം വന്നു. ആൻറ്റി, സത്യം അറിയാതെ വായി തോന്നിയത് വിളിച്ചു പറയരുത്. അബി, അവൾ പറഞ്ഞത് ശരിയല്ലേ? ചെയ്യാത്ത തെറ്റ് നിൻ്റെ തലയിൽ കെട്ടിവെച്ചത് പോട്ടെ. അതൊക്കെ പറഞ്ഞ് സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ നിന്നെ നാണം കെടുത്തിയില്ലേ? അവരെല്ലാം കൂടി നിന്നെ ഹരാസ് ചെയ്തില്ലേ? അതിന് കാരണക്കാരി അവളല്ലേ? അതുകൊണ്ട് അവളെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് കരുതണ്ട, ഹരി പറഞ്ഞു. ഇല്ല അച്ഛാ, ആരെതിർത്താലും ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരും. അവൾ നിനക്ക് കൈവശം തന്നിട്ടുണ്ട്, അതാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തൊക്കെയായാലും അവളെ ഇനി നിനക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ മറ്റേതോ ഒരുത്തിന് വലിച്ചെറിഞ്ഞ ചണ്ടിയല്ലേ അവള്. അങ്ങനെ ഒരുത്തി നിനക്കെന്തിനാ? ആർക്കറിയാം, വല്ല പാണ്ടിയോ തെരുവുതേണ്ടിയോ ആണ് അവളെ അന്ന് റേപ്പ് ചെയ്തതെന്ന്. അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ കാലുയർത്തി ഡീപ്പോയിൽ ആഞ്ഞു ചവിട്ടി. അത് തെറിച്ച് ചുവരിൽ ചെന്നിരിച്ച് കഷ്ടങ്ങളായി ചിതറി. എല്ലാവരും ഞെട്ടി. എരിയുന്ന കണ്ണുകളോടെ അവൻ യമുനയെ നോക്കി. ഇനിയൊരക്ഷരം അവളെക്കുറിച്ച് പറഞ്ഞാ ആ നാവ് ഞാൻ പിഴുതെടുക്കും. അവൻ്റെ ഭാവം കണ്ട് യമുന ഭയന്നു പോയി. അവൾ കാരണം നീ
ഹരി എന്തോ പറയാൻ വന്നതും അവൻ ഇടക്കേറി. ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അവളല്ല, നീലിമയാണ്. എല്ലാവരും ഒന്നും മനസ്സിലാവാതെ മുഖത്തോട്ട് മുഖം നോക്കി. അതെ, പ്രിയ ക്ലാസ്സിൽ പോയ സമയം നോക്കി അവളുടെ ഫോണെടുത്ത് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഇട്ടത് അവളാ. അതിനുള്ള പണിഷ്മെൻറ്റ് അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടാ കാലത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിശ്വാസമില്ലെങ്കിൽ ദാ ഇത് കണ്ടോ. അതും പറഞ്ഞ് നീലിമ പരസ്യമായി മാപ്പ് പറയുന്ന വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അത് കണ്ട് യമുനയുടെ വായടഞ്ഞു. അത് കണ്ട് ഗോമതിക്കും നിമിക ഗിരിക്കും സമാധാനമായി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? അവൻ ചോദിച്ചു. എല്ലാവരും മൗനമായി. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ താലികെട്ടിയ പെണ്ണാ കൃഷ്ണപ്രിയ. അവളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ നാട്ടിലേക്ക് പോവാം. അമ്മായിയെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവളെ ഞാൻ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരും, അവൻ പറഞ്ഞു. ഈ സമയം ഗിരിയുടെ ഫോൺ അടിച്ചു. അയാൾ അത് എടുത്തു നോക്കി. നാട്ടിൽ നിന്ന് രവിയാണല്ലോ. അവൻ എല്ലാവരെയും നോക്കി. എന്താ പതിവില്ലാതെ എന്നെ വിളിച്ചത്? അവൻ സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. അവയ്ക്ക് എന്തോ പന്തികേട് തോന്നി. ഹലോ രവിയേട്ടാ, ഗിരിയാ. എന്താ ഇപ്പോൾ വിളിച്ചത്? ആണോ? ശരി, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാം. ഗിരി പരിഭ്രമത്തോടെ പറയുന്നത് കേട്ട് എല്ലാവരും ഒന്ന് ഭയന്നു. എന്താ ഗിരി, എന്തിനാ രവി വിളിച്ചത്? അച്ഛനെന്തെങ്കിലും? ഗോമതി ആശങ്കയോട് ചോദിച്ചു. എഴുതിയിട്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാസന്തി എഴുതിയും പ്രിയയും ഹോസ്പിറ്റലിലാണ്. അത് എഴുതും എല്ലാവരും ഞെട്ടി. എന്താ അവർക്ക് പറ്റിയത്? എല്ലാവരും ഭീതിയോടെ ചോദിച്ചു. അത് വിഷം കഴിച്ചതാ. വാസന്തി എഴുതി പോയി. അത് കേട്ടതും ഗോമതി അലറിക്കരഞ്ഞു. അഭിയാകെ സ്തംഭിച്ചു നിന്നു. യമുനയുമാകെ വല്ലാത്തൊരവസ്ഥയിൽ നിന്നുപോയി. പ്രിയ, അവൻ ഭീതിയോട് ചോദിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് അവർ രണ്ടാളും നേരെ പഴയ വീട്ടിലേക്കാണ് പോയത്. അവരെ കൂട്ടിക്കൊണ്ട് ചന്ദ്രത്തേക്ക് വരാൻ വേണ്ടി മോഹനങ്ങളും രവിയേട്ടനും ഗൂഗിളും കൂടി പോയ സമയത്താണ് സംഭവം. എനിക്ക് അവരെ കാണണം, ഗോമതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നമുക്ക് പോകാം. ഗിരി, നീ ഡ്രൈവറെ വിളിച്ച് വണ്ടി എടുക്കാൻ പറ. ഒരു വണ്ടി കൂടി ഹരി പറഞ്ഞു. അത് ഞാനെടുത്തോളാം അങ്കിൾ, ദീപക് പറഞ്ഞു. മോളെ നിമ്മി, നീ പോയി ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്ക്, ഹരി നിമ്മിയോടായി പറഞ്ഞു. അവൾ കണ്ണുകൾ തുടച്ച് അകത്തേക്ക് നടന്നു. ഗിരി മുറിയിലേക്ക് വരുമ്പോൾ കട്ടിലിരിക്കുകയായിരുന്നു യമുന. അയാൾ ദേഷ്യത്തോടെ അവളുടെ അരികിലേക്ക് വന്നു. എന്താ, നീ വരുന്നില്ലേ ഞങ്ങളുടെ കൂടെ? ബാടി, വാസന്തി എഴുതിയുടെ ശവം നിൻ്റെ മുന്നിലേക്ക് ഇട്ട് തരാം. മതിയാവോളെ കുത്തി തിന്നോ നീ, അപ്പോൾ സമാധാനമാവുമല്ലോ നിനക്ക്. യമുന എഴുന്നേറ്റ് അയാളെ നോക്കി. കിരീടാ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണം? നീയല്ലേ ആ പാവത്തെ വിളിച്ചു വരുത്തി ഓരോന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത്? മനസ്സ് തകർന്നു പോയി കാണും. അതാ ഇങ്ങനെ ചെയ്തത്. നീയാ വാസന്തി എടുത്തി കൊന്നത്. ഇങ്ങനെയൊന്നും പറയരുത് കിരീട്ടാ. അബിക്ക് നല്ലത് വരണമെന്ന് കരുതിയ ഞാനെല്ലാം ചെയ്തത്. ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിച്ച് അവൻ്റെ ജീവിതം നശിക്കരുതെന്ന് കരുതി. പ്രിയ ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷെ അവരിങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ, യമുന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണേടി? ഏതോ ഒരുത്തെ പ്രിയോട് ചെയ്ത തെറ്റിന് ഇക്കാലം അത്രയും പരിഹാസവും അപമാനവും ഏറ്റുവാങ്ങി ജീവിച്ചവളാ പ്രിയ. അബി അവളെ വിവാഹം കഴിച്ചപ്പോഴാണ് അതൊക്കെ അവസാനിച്ചത്. ഇനി വീണ്ടും അതുപോലെ അപമാനവും പേര് ജീവിക്കുന്നതിന് നല്ലത് മരിക്കുന്നതാണെന്ന് തോന്നിക്കാണും. അതാ അവരിങ്ങനെ ചെയ്തത്. ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരാതിരുന്നത് നന്നായി, ഇല്ലെങ്കിൽ അവരുടെ ജീവിതം നീ നശിപ്പിച്ചേനെ. അത് കേട്ടതും അവൻ ഞെട്ടിലോടെ അയാളെ നോക്കി നിന്നുപോയി. ഏതായാലും ഈ ഒരു തെറ്റിന് നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല, ഒരിക്കലും. അതും പറഞ്ഞ് അയാൾ പുറത്തേക്ക് നടന്നു. യമുന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. ചന്ദ്രോത്ത് തറവാടിൻ്റെ മുറ്റത്ത് വണ്ടി നിർത്തിയതും അഭി ഞെട്ടി എഴുന്നേറ്റു. അഭി, ചന്ദ്രോത്തെത്തി, ദീപക് പറഞ്ഞു. എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ഹാൾമുറിയിൽ വെള്ളയിൽ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന വാസന്തിയെ കണ്ട് എല്ലാവരും പൊട്ടിക്കരഞ്ഞു. അഭി കരഞ്ഞുകൊണ്ട് വാസന്തിയുടെ അരികിൽ ചെന്ന് കെട്ടിപ്പിടിച്ചു. ദീപു വന്ന് അവനെ പിടിച്ചുകൊണ്ടുവന്ന് സോഫയിലിരുത്തി. അവൻ ചുറ്റും നോക്കി. പ്രിയ അവിടെയെങ്കിലും കാണാനില്ല. അവൻ രവിയുടെ അരികിലേക്ക് ചെന്നു. ചേട്ടുമാവ, പ്രിയ.
ഡിസ്ചാർജ് ചെയ്തു, ഇപ്പോൾ എത്തും. അപ്പോൾ പുറത്തൊരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും ഒരു പ്രതിമ കണക്കെ ഇറങ്ങി വന്നവളെ കണ്ട് ഒരു നിമിഷം അവൻ്റെ ചങ്ക് പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രിയ, അവൻ്റെ അധരങ്ങൾ മന്ത്രിച്ചു. തറവാട്ടുമുറ്റത്തെ ആൾക്കൂട്ടം കണ്ട് അവൾ അമ്പരപ്പോടെ ചുറ്റും നോക്കി. മോള്. രാഗിനി അവളെയും വിളിച്ചുകൊണ്ട് നടന്നു. അവൾ അതിശയത്തോടെ എല്ലാവരെയും നോക്കി. അവരെല്ലാം അവളെ നോക്കാനാവാതെ മുഖം പൊത്തി കരഞ്ഞു. വെള്ളിയിൽ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന അമ്മയുടെ ശരീരം കണ്ട് അവളൊന്ന് നിശ്ചലയായി നിന്നു. പതിയെ ചെന്ന് ആ ബോഡിക്കരികിൽ തളർന്ന് മുട്ടുകുത്തിയിരുന്നു. അമ്മ. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ ആ നെഞ്ചിലേക്ക് വീണു. അത് കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനമ്മ ഇങ്ങനെ ചെയ്തത്? ഇനി എനിക്ക് ആരാമ്മയുള്ളത്? ഞാൻ ആർക്ക് വേണ്ടി അമ്മ ഇനി ജീവിക്കേണ്ടത്? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പി അവളുടെ അരികിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും ദീപക് തടഞ്ഞു. വേണ്ട, ഇപ്പം നീ അവളുടെ അരികിലേക്ക് ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. ദീപക് കരഞ്ഞത് കേട്ട് അവൻ അവിടെ തന്നെ നിന്നു. ഒരാൾ പുറത്തു നിൽക്കുന്ന രവിയുടെ അരികിലേക്ക് ചെന്നു. സമയമായില്ലേ? ഇനിയും ഇങ്ങനെ കിടത്തണോ? ഓടിയെടുത്തൂടെ? കർമ്മങ്ങൾ ചെയ്യാൻ ഞാനുണ്ട്. അബി എവിടേക്ക് വന്നു. അമ്മായിയുടെ മകൻ്റെ സ്ഥാനത്ത് ഞാൻ, അതുകൊണ്ട് കർമ്മങ്ങൾ ഞാൻ ചെയ്തോളാം. രവി അവനെ നോക്കി. ശരി, പോയി കുളിച്ചു വാ. അബി കുളിക്കാനായി പോയതും അകത്തു നിന്ന് പ്രിയയുടെ നിലവിളിയും കരച്ചിലും കേട്ടു. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ നടന്നു. വാസന്തിയുടെ കർമ്മങ്ങളെല്ലാം അബി തന്നെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് ആളുകൾ ഒഴിഞ്ഞതും അബി പ്രിയയുടെ അരികിലേക്ക് ചെന്നു. അവനെ കണ്ടത് മുറിയിലുണ്ടായിരുന്നവർ പുറത്തേക്ക് പോയി. അവൻ അവളുടെ അരികിലിരുന്നു. ചുവരും ചാരി എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു അവൾ. പ്രിയേ. അവൻ്റെ ശബ്ദം കേട്ട് ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്ന് അവൾ അവനെ നോക്കി. കഴിഞ്ഞതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. മറക്കാൻ പറയാനേ കഴിയും. നീ ഇനി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, നിനക്ക് ഞാനോട്ട്. അതും പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ചു. പെട്ടെന്ന് അവൾ ആ കൈ അനിഷ്ടത്തോടെ വലിച്ചു. അവൻ സംശയത്തോടെ അവളെ നോക്കി. വേണ്ട മനുവേട്ട, എനിക്കിനിയും മനുവേട്ടൻ്റെ ഭാര്യയായി തുടരാൻ കഴിയില്ല. നമുക്കെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അത് കേട്ടതും അവൻ ഞെട്ടി. പ്രിയേ, നീ എന്തൊക്കെയാണ് പറയുന്നത്? സത്യം, ഈ വിവാഹം നടന്നത് കാരണമാണ് എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ നഷ്ടമായത്. ഞാൻ എല്ലാവരോടും കള്ളം പറഞ്ഞു. മനുവേട്ടനെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തി. മനുവേട്ടൻ്റെ ജീവിതം ഞാൻ തകർത്തു. ഇനിയൊന്നും വയ്യ. മരിക്കുന്നതിന് മുമ്പ് അമ്മ എന്നോട് പറഞ്ഞ കാര്യം അതായിരുന്നു. ഇനി മനുവേട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവരുതെന്ന്. അല്ലെങ്കിലും എന്നെപ്പോലെ ഏതോ ഒരു നശിപ്പിച്ച ഒരു സെക്കൻഡ് ഹാൻഡ് സാധനത്തിന് മനുവേട്ടൻ എന്തിനാ? ആ പേരും പറഞ്ഞ് മനുവേട്ടന് ഇനി അപമാനവും കളിയാക്കലും സഹിക്കേണ്ടി വരും. അത് വേണ്ട. മനുവേട്ടൻ നല്ലൊരു പെൺകുട്ടി കണ്ടെത്തി വിവാഹം കഴിക്കണം. എന്നിട്ട് സുഖമായി ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അവൾ കരച്ചിലടക്കി പറഞ്ഞു. എല്ലാം കേട്ട് അവനാകെ ഷോക്ക് അടിച്ചതുപോലെ നിന്നു. പ്രിയ, നീ എന്തൊക്കെയാ പറയുന്നത്? അവൻ എന്തോ പറയുമെന്നതും അവൾ അവൻ്റെ വാപ്പൊത്തി. വേണ്ട, ഇനി ഒന്നും പറയണ്ട. മനുവേട്ടൻ ഇനി കാണാൻ വരരുത്. എനിക്ക് ആരെയും കാണണ്ട. അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഓടി. ആകെ തകർന്ന് അവൻ അവിടെ തന്നെ നിന്നു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചടങ്ങുകൾ അവസാനിച്ച് 5-ാം ദിവസം അവരെല്ലാവരും എറണാകുളത്തേക്ക് തിരിച്ചു. പ്രിയ വരാൻ കൂട്ടാക്കിയില്ല. മനസ്സില്ലാ മനസ്സോടെ അബി ആ പടിയിറങ്ങി. യാത്ര പറയാൻ പോലും അവൾ നിന്നില്ല. അവസാനം തകർന്ന മനസ്സുമായി കാറിൽ അബി പോകവേ മുകളിലെ മുറിയിലെ ജാലകവാതിലിൽ 2 കണ്ണുകൾ അവൻ കണ്ടു. കണ്ണുനീർ തുള്ളികളാൽ അത് തിളങ്ങുന്നുണ്ടായിരുന്നു. തുടരും.